അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 3ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസ് ഹാമിസ് വൈഷ്റൂൻ 25ാമത്തെ പാഠം സൂറത്തുൽ ഫാത്തിഹയും അതിൻ്റെ അർത്ഥങ്ങളുമാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം ഉലൂമുദ്ദീനിലെ അവസാനത്തെ ചാപ്റ്ററാണ് 25ാമത്തെ. 1 മുതൽ 25 വരെയുള്ള പാഠഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും ഓതാൻ അറിയാലോ അല്ലേ? നമുക്ക് ഇവിടെ ഉസ്താദിൻ്റെ ഒരു വോയിസ് കേൾക്കാം സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത്. എന്നിട്ട് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അപ്പോൾ ഫാത്തിഹയിലെ ബിസ്മി ഒരു ആയത്താണ്. അപ്പോൾ അത് ആയത്തായിട്ട് അർത്ഥം തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അത് ബിസ്മി നാമത്തിൽ അല്ലാഹു തആലക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ഇഹലോകത്തെ എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നവനും അല്ലാഹു തആലക്ക് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് അനുഗ്രഹം ചെയ്യുന്നവനുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അതങ്ങനെ അർത്ഥം മനസ്സിലാക്കാം. അപ്പോൾ ഓരോ ആയത്തിൻ്റെതും നമുക്കങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ വേർഡ്സുകൾ മനസ്സിലാക്കി പഠിക്കാൻ ഈ നക്റഉ വനഫഹ്മു ഭാഗം മനസ്സിലാക്കാം. യൗമുദ്ദീൻ പ്രതിഫലം നൽകുന്ന ദിനം. അനഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവർ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. നമുക്കിതിൻ്റെ നക്റഉ ഒന്ന് നോക്കാം. എന്താണ്? ബിസ്മി ചൊല്ലിയാണ് ഖുർആൻ പാരായണ എല്ലാ നല്ല പ്രധാന കാര്യങ്ങളും തുടങ്ങേണ്ടതും. എങ്കിലേ ബർക്കത്ത് ലഭിക്കൂ, തടസ്സങ്ങൾ നീങ്ങൂ. അടുത്തെന്താണ്? എല്ലാ അനുഗ്രഹങ്ങളും നൽകിയവൻ അല്ലാഹു ആണ്. അതിനാൽ എല്ലാ സ്തുതികളും അവന് മാത്രമേ അർഹതപ്പെട്ടതാണ്. എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുന്നതിന് ഹംദ് കൊണ്ടായിരിക്കണം. അനുഗ്രഹങ്ങൾക്ക് നാം ഹംദ് ചെയ്യണം. 2ാമത്തെ ആയത്തിനെ കുറിച്ചിട്ട് പറയണം. അല്ലാഹു തആല ഈ ലോകത്ത് വിവേചനമില്ലാതെ എല്ലാവർക്കും കരുണ ചെയ്യുന്നു. വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് കരുണ ചെയ്യുന്നു. അല്ലാഹു തആല ഈ ലോകത്ത് വിവേചനമില്ലാതെ ആൺ പെണ്ണോ എന്നൊന്നും വ്യത്യാസമില്ലാതെ, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കരുണ ചെയ്യുന്നു. വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് കരുണ ചെയ്യുന്നു. മനസ്സിലാക്കാം. അടുത്തത്, അന്ത്യനാളിൽ അല്ലാഹു തആല മനുഷ്യരെ വിചാരണ ചെയ്യും. നന്മ ചെയ്താൽ സ്വർഗത്തിലേക്കും തിന്മ ചെയ്താൽ നരകവും ലഭിക്കും. നന്മ ചെയ്താൽ സ്വർഗവും തിന്മ ചെയ്താൽ നരകവും ലഭിക്കുന്നു. അടുത്തതാ, അല്ലാഹു തആലക്ക് മാത്രമേ ആരാധന ചെയ്യാൻ പാടുള്ളൂ. സൃഷ്ടികൾ ചെയ്യുന്ന സഹായങ്ങളെല്ലാം അല്ലാഹു തആല നൽകുന്നതാണ്. ആ നിലക്ക് സൃഷ്ടികളോടും സഹായം തേടാം. അടുത്തതാ, അല്ലാഹു തആലയാണ് നേർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ. അല്ലാഹു തആല അനുഗ്രഹിച്ച നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ വഴിയാണ് നേർവഴി. ഓരോരുത്തരും എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹു തആല കോപിച്ചവരുടെയും പിഴച്ചവരുടെയും മാർഗമാണ് പിഴച്ച വഴി. അപ്പോൾ ആയത്തുകളുടെ നമുക്ക്
അർത്ഥം പറയുകയാണ്. അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ വായിച്ചത് വെച്ചിട്ട് ഇതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. ആയത്തുകളുടെ എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദു, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. റഹ്മാനിർ റഹീം, അള്ളാഹു റഹ്മാനും റഹീമുമാണ്. അപ്പം എന്താണ്? ഇഹലോകത്തെല്ലാവർക്കും കരുണ ചെയ്യുന്നവനും പരലോകത്ത് അല്ലാഹു തആലാക്ക് വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്നവനും മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിനത്തിൻ്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണമേ, നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഏതാണ് ആ നേരായ മാർഗം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, നബിമാർ എന്നിവരുടെ വഴിയിലെ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, വഴിപിഴച്ചവരുടെയോ കോപത്തിനിരയായവരുടെയോ വഴിയിലല്ല, സിദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും വഴിയിലാണ്. വഴിയിൽ എന്നെ നയിക്കണമേ. അപ്പം അതാണ് ഇതിൽ പറയുന്നത്. അപ്പം അത് വിശദമായിട്ട് പറയുകയാണ്, അതിൻ്റെ ബാക്കിൽ നക്റാവ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഓരോ ആയത്തുകൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ വിശദമായിട്ടുള്ള അർത്ഥങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് നന്നായി മനസ്സിലാക്കുക. ഇനി നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. ആദ്യം വരുന്നത് എന്താ? നുത്തർജമ ഇലാ ലോകത്തിന, നമ്മുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം എന്താ ഏതാ? റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് എഴുതാം നമുക്ക്. അടുത്ത അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ്? ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദു, സർവസ്തുതിയും. ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അടുത്ത റഹ്മാനിർ റഹീം. അർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവേ, റഹ്മാനും റഹീമുമായ അള്ളാഹുവേ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിനത്തിൻ്റെ ഉടമസ്ഥൻ, പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നേരായ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ, നേരായ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ. അടുത്ത സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ വഴിയിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, കോപത്തിന് വിധേയരായവരുടേതല്ല, വഴി പിഴച്ചവരുടേതുമല്ലാത്ത വഴി. കോപത്തിന് വിധേയരായവരുടെയും വഴി പിഴച്ചവരുടെയും വഴിയിലല്ല. അപ്പം അത് മനസ്സിലാക്കിയത്. അടുത്ത നുജിബ്, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസമെന്ത്? റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നവൻ. റഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു തആലാക്ക് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് അനുഗ്രഹം ചെയ്യുന്നു. അതാണ് റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം. നക്റവ് അനഫമിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് അത് രണ്ടും. അപ്പോൾ രണ്ടും റഹ്മാനും റഹീമിൻ്റെത് എഴുതുക, മനസ്സിലാക്കി എഴുതുക. അടുത്തത് ഏതാണ് നേർവഴി? ഏതാണ് നേർവഴി? അല്ലാഹു തആല അനുഗ്രഹിച്ച നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ വഴിയാണ് നേർവഴി. അപ്പം അത് അവിടെയൊക്കെ എഴുതുക. അടുത്തത് ഏതാണ് പിഴച്ച വഴി? ഏതാണ് പിഴച്ച വഴി?
അപ്പോൾ അവിടെ ഉണ്ട് അല്ലാഹു തആല കോപിച്ചവരുടെയും പിഴച്ചവരുടെയും മാർഗമാണ് പിഴച്ച വഴി. അപ്പം അത് അവിടെയൊക്കെ എഴുതുക. അപ്പം എത്രയാണ് സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് നിങ്ങൾക്ക് ഈ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പം എല്ലാവരും മനസ്സിലാക്കി നന്നായിട്ട് വോയിസ് കേട്ട് അർത്ഥമൊക്കെ മനസ്സിലാക്കി എഴുതുക. ഇതോടെ ഇവിടെ നമ്മുടെ ഉലൂമുദ്ദീനിലെ പാഠഭാഗങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരിൽ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക, പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. എക്സാമിലേക്കൊക്കെ നന്നായി പഠിച്ച് നല്ല ഉന്നത വിജയം കൈവരിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.